ഇനി നമ്മൾ പോകുന്നത് മുതലപ്പുഴയിലേക്കാണ്. മുതലപ്പുഴയിലെ മണൽ നീക്ക പ്രതിസന്ധിയിൽ താൽക്കാലിക ആശ്വാസമായിരിക്കുകയാണ് ഇന്നത്തെ ചർച്ചയിൽ. ഡ്രഡ്ജിങ്ങിന് തടസ്സമുണ്ടാക്കുന്ന യാതൊരു ഇടപെടലും ഉണ്ടാകില്ല എന്ന് സമരസമിതി അറിയിച്ചതോടെ നാളെ ഡ്രഡ്ജിംഗ് പുനരാരംഭിച്ചേക്കും. പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായി മത്സ്യത്തൊഴിലാളികളുടെ ദുരിതകാലത്തിനാണ് അവസാനമാവുക. ഈ പൊഴി കടന്ന വള്ളങ്ങൾ കടലിലേക്ക് പോയാലേ മുതലപ്പുഴയിലെ ജനങ്ങൾക്ക് ജീവിക്കാനാവൂ. ആ ഉപജീവന മാർഗം ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതാണ് നിലവിൽ മുതലപ്പുഴയിൽ പ്രതിഷേധ കടലിരമ്പാൻ കാരണം. പരിഹാര മാർഗങ്ങൾ പലതു കൊണ്ടുവന്നു സർക്കാർ. ഭൂരിഭാഗവും ലക്ഷ്യം കാണാതെ മടങ്ങി. ഒടുവിൽ കണ്ണൂരിൽ നിന്നെത്തിച്ചു ചന്ദ്രഗിരി ഡ്രഡ്ജർ. ദുരിതകാലം അവസാനിച്ചെന്ന മത്സ്യത്തൊഴിലാളികൾ ആശ്വസിച്ചു. അഴീക്കൽ തുറമുഖത്ത് ആഴം കൂട്ടാൻ 2015 19 കോടി രൂപ മുടക്കി കൊണ്ടുവന്ന വിദേശ നിർമ്മിത ഡ്രഡ്ജറാണ് മുതലപ്പുഴയിലേക്ക് രക്ഷകനെ പോലെ എത്തിയത്. പക്ഷേ കഷ്ടതകൾക്കുമേൽ മണൽ കൂമ്പാരം വീണ്ടും അടിഞ്ഞുകൂടി. ചന്ദ്രഗിരി ഡ്രഡ്ജർ പ്രവർത്തിപ്പിക്കാനായില്ല. ചന്ദ്രഗിരി കൊണ്ടുവന്നതിന് ശേഷം അതിന് സാങ്കേതിക തകരാറുകളുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും. കാര്യം 8 വർഷമായിട്ട് അവിടെ പ്രവർത്തിക്കുന്ന ഡ്രഡ്ജറാണ്. ഇതിൻ്റെ അടിയന്തര പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവർക്ക് മറ്റുള്ള എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യുന്നതിന് പകരം ഇവർ മത്സ്യത്തൊഴിലാളികളെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 2 ഡ്രഡ്ജറുകൾ പൂർണ്ണമായി പ്രവർത്തിപ്പിക്കണം. മണൽ നീക്കൽ ജോലികൾ 20 മണിക്കൂറായി ഉയർത്തണം. അഴിമുഖത്ത് വീണ് കിടക്കുന്ന ടെട്രാപോഡുകൾ നീക്കണം. ഇതൊക്കെയാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ. നടപ്പായാൽ മത്സ്യബന്ധന വള്ളങ്ങൾ കടലിലേക്ക് ഇറങ്ങും. കടലോളമുള്ള ദുരിതം ഇല്ലാതാകും. എല്ലാം നടപ്പാക്കാമെന്ന അധികൃതർ ഉറപ്പിലാണ് സമരം അവസാനിച്ചിരിക്കുന്നത്. ഡ്രഡ്ജിങ് നടക്കട്ടെ. നിങ്ങളുടെ 177 കോടി രൂപയുടെ പദ്ധതി ഞങ്ങളുടെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾ ഞങ്ങളെ വീണ്ടും സമരമുഖത്തേക്ക് തള്ളിവിടാതെ നിങ്ങളുടെ പദ്ധതി ഒരു വഴിക്ക് നടക്കട്ടെ, ഞങ്ങളുടെ ഉപജീവന മാർഗം ഒരു വഴിക്ക് നടക്കട്ടെ. അതിനുള്ള സാധ്യത നിങ്ങളുടെ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയും അപേക്ഷയുമാണ് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. ഈ സമരവും പ്രതിഷേധവും ഒക്കെയായി എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. പക്ഷേ ഒന്നുറപ്പാണ്, അധികകാലം നീണ്ടുപോയാൽ ഈ പാവങ്ങളുടെ പട്ടിണിക്കാലമായിരിക്കും വരാനിരിക്കുന്നത്. മുതലപ്പുഴയിൽ നിന്നും രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ.